തുടർഭരണം കേരളത്തിന് സംഭാവന ചെയ്തത് മികവുറ്റ കാര്യങ്ങളോ? വികസനത്തിലും ജനക്ഷേമത്തിലും ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കാൻ കഴിഞ്ഞ കാലമാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന മികവ് കാഴ്ചവെച്ച 10 വർഷങ്ങൾ. പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കേരളത്തിന് കഴിയുമെന്ന് തെളിയിച്ച കാലം. ഗുഡ് ഗവേണൻസിൽ ഹൈക്കോടതിയുടെ പ്രശംസ പ്രതിപക്ഷ ഹർജിയിൽ സർക്കാരിന് നേടാനായി. ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അതായത് തുടർഭരണത്തിൽ സംഭവിക്കാവുന്ന ദൗർബല്യങ്ങളും പിഴവുകളും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധ പുലർത്തിയെന്ന് ചുരുക്കം. സ്വപ്ന സമാനമായ വികസനം സാധ്യമായ കാലമായതുകൊണ്ട് തന്നെ വികസനം പൗരൻ്റെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായി മാറി എന്ന ധാരണ ശക്തമാണ്. 10 വർഷം പിന്നിട്ട സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷത്തിനു പോലും ഉറച്ചു പറയാനാവുന്നില്ല. ഭരണാനുകൂല മനോഭാവമെന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനവുമാകുന്നു. രാഷ്ട്രീയ വനവാസത്തെപ്പറ്റിയും രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുമെന്നുമൊക്കെ വി.ഡി. സതീശന് പറയേണ്ടി വരുന്നത് ചെറിയ കാര്യമല്ല. വികസനത്തിനും ക്ഷേമത്തിനും ബദലെന്ത് എന്നതിനും വിശേഷിച്ച് ഉത്തരമില്ല. കിഫ്ബിക്ക് പകരം എന്ത് ഗ്യാരണ്ടി? അധികാരം കിട്ടിയാൽ പെൻഷൻ മുടക്കില്ല എന്നതിന് എന്ത് ഗ്യാരണ്ടി? ആശുപത്രികളും സ്കൂളുകളും റോഡുകളും ഇതുപോലെയോ ഇതിലും മികച്ചതോ ആക്കാൻ കഴിയും എന്നതിന് എന്ത് ഗ്യാരണ്ടി? ലോഡ് ഷെഡിങ്ങും പവർ കട്ടും മടങ്ങി വരില്ലെന്നതിന് എന്ത് ഗ്യാരണ്ടി? തമ്മിലടിച്ചും അഴിമതി നടത്തിയും കേരളം ഇരുണ്ട കാലത്തേക്ക് തിരികെ പോവില്ല എന്നതിന് എന്ത് ഗ്യാരണ്ടി? 5ാം മന്ത്രിയും അതിലേറെയും ചോദിക്കില്ല എന്നതിന് എന്ത് ഗ്യാരണ്ടി? കേരളത്തിന് വേണ്ടതൊന്നും തരാത്ത മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.